നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 10 കർക്കടകം 26 ശനിയാഴ്ചയാണ്. വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കാൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ചൂരൽമടയിലും മുണ്ടക്കയിലും ദുരന്തം തകർത്ത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി എത്തും. ദുരന്ത ബാധിതർക്ക് കൂടുതൽ കേന്ദ്ര സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ എത്തുന്ന ദിവസമാണിന്ന്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രഭാത വാർത്ത ഇനി വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെത്തും. രാവിലെ 11 മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് പോകും. ഉച്ചയ്ക്ക് 12:10 വരെ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും. തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രികളിലും കഴിയുന്നവരെ നേരിൽ കാണുകയും ചെയ്യും. വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, ഇന്ന് പ്രധാനമന്ത്രി വരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്നത്. കാരണം കൂടുതൽ ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് ദുരന്തബാധിതർക്ക് കൂടുതൽ സഹായം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഇന്നത്തെ സന്ദർശനം ആ രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു യാത്ര, അദ്ദേഹത്തിന്റെ സന്ദർശന വിവരങ്ങളെല്ലാം ഉള്ളത്? സ്മിത, ഇന്ന് രാവിലെ 11:10 കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് വ്യോമ നിരീക്ഷണമാണ് ആദ്യം നടത്തുന്നത്. അതായത് ഉൾപ്പെടെയുണ്ടായ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, അതോടൊപ്പം ചൂരൽമല പ്രദേശങ്ങളിൽ ഹെലികോപ്റ്റർ മാർഗം വ്യോമ നിരീക്ഷണം നടത്തും. ഇതിനുശേഷം അദ്ദേഹം നേരെ ഇറങ്ങുന്നത് കൽപ്പറ്റ SKMJ സ്കൂളിലെ ഹെലിപാഡിലാണ്. അവിടെ വന്ന് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് നേരെ റോഡ് മാർഗം തന്നെ മേപ്പാടി ഭാഗത്തേക്ക് തന്നെ പോകും. മേപ്പാടി ഭാഗത്താണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉള്ളത്. ആ ക്യാമ്പുകളിൽ സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലേക്കാണ് അദ്ദേഹം എത്തുക എന്നുള്ളതാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന വിവരം. സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിൽ അതിനുശേഷം ആശുപത്രിയിൽ കഴിയുന്നവരെ കാണും. വിംസ് ആശുപത്രി, മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ് ആളുകൾ കഴിയുന്നത്. വിംസ് മെഡിക്കൽ കോളേജിലാണ് ആളുകൾ കഴിയുന്നത്. അവിടെ എത്തി ആളുകളെ ആശ്വസിപ്പിക്കും. അതിനുശേഷം അദ്ദേഹം നേരെ റോഡ് മാർഗം തന്നെ കൽപ്പറ്റയിലേക്ക് വരും. കൽപ്പറ്റയിൽ ഒരു അവലോകന യോഗം നടക്കുന്നുണ്ട്. ആ അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇതിനുശേഷം ഹെലികോപ്റ്റർ മാർഗം തന്നെ കണ്ണൂരിലേക്കും അവിടെ നിന്ന് വിമാനമാർഗം ഡൽഹിയിലേക്കും തിരിച്ചു പോകുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ചാർട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ സംസ്ഥാനം പ്രധാനമായും പ്രധാനമന്ത്രിക്ക് മുമ്പാകെ മുന്നോട്ട് വയ്ക്കുക ഇതൊരു ദേശീയ ദുരന്ത പ്രഖ്യാപനം എന്നുള്ള തരത്തിൽ തന്നെയാണ്. ഇത്രയ്ക്കധികം ആളുകൾ കൊല്ലപ്പെട്ട, ഇനിയും ആളുകളെ കണ്ടെത്താനുള്ള സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അതിനെ ദേശീയ ദുരന്ത പ്രഖ്യാപനത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഇന്നലെ എത്തിയ കേന്ദ്ര മാണ് സംസ്ഥാനം തേടിയത്. പ്രത്യേകിച്ച് വയനാടിന്റെ പുനർനിർമ്മാണം അടക്കമുള്ള സാധ്യതയിലേക്ക് ചർച്ചകൾ എത്തണം. ആ നിലയിൽ 2000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം വേണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും കേന്ദ്ര സംഘത്തിന് മുമ്പാകെ മന്ത്രിമാരടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനൊരു ഈ ദേശീയ ദുരന്ത പ്രഖ്യാപനം വരുന്നതോടെ കുറെ കൂടി സാമ്പത്തിക സഹായം സംസ്ഥാനത്തിന് വയനാട് ജില്ലയുടെ ഭാഗമായി, ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ലെവൽ 3 ലെവൽ 4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ദുരന്തത്തെ കാണണമെന്നുള്ള ആവശ്യമാണ് സംസ്ഥാനം ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് ഈ കൽപ്പറ്റ നഗരം മുതൽ മേപ്പാടി വരെയുള്ള പ്രദേശങ്ങൾ. കാരണം ഇവിടെ റോഡുകളെല്ലാം തന്നെ അടച്ച് ഇട്ടിരിക്കുകയാണ്. ഗതാഗത നിയന്ത്രണം 10 മണിക്ക് ശേഷം പൂർണ്ണമായും ഉണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ആ ഭാഗത്തെ റോഡുകളെല്ലാം തന്നെ അടച്ച്, ഉപറോഡുകളടക്കം പോലീസ് അടച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. ദുരന്ത ബാധിത മേഖലയിലും അതിൻ്റെ പുനരുജ്ജീവനത്തിനും അവിടെയുള്ള പ്രദേശത്തുള്ള ചികിത്സയിൽ കഴിയുന്ന എല്ലാവരെയും തന്നെ പ്രധാനമന്ത്രി ഇന്ന് കാണും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് നൽകിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി. വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനവും മുഴക്കവും അനുഭവപ്പെട്ട സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ജിയോളജി വകുപ്പ് അറിയിക്കുന്നു. പരിശോധനകളിൽ അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് വിശദീകരണം. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. വിപിൻ്റെ ഈ തുടർച്ചയായ മുഴക്കങ്ങൾ കേട്ടത് തീർച്ചയായിട്ടും ഈ ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് പ്രദേശത്തുള്ളവരെല്ലാവരും തന്നെ. പക്ഷേ അത്തരത്തിലൊരു ആശങ്ക അത് വേണ്ട എന്നാണോ ഇപ്പോൾ പറയുന്നത്? അതെ, അങ്ങനെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ ജിയോളജി വകുപ്പ്
നൽകുന്നത്. ഇന്നലെ ഒരു 10:30 കൂടിയാണ് വയനാട്ടിൽ ആദ്യം ഈ അമ്പലവയൽ പ്രദേശത്ത് ഇത്തരത്തിൽ അസ്വാഭാവികമായിട്ടുള്ള ഒരു ശബ്ദവും വലിയ പ്രകമ്പനവും ഉണ്ടായത്. നാട്ടുകാർ അതുകൊണ്ട് തന്നെ വലിയ പരിഭ്രാന്തിയിലുമായിരുന്നു. ഈ അമ്പലവയൽ ഉൾപ്പെടെ 8 പ്രദേശങ്ങളിലാണ് വയനാട്ടിൽ മാത്രം ഇങ്ങനെ ഒരു ശബ്ദം കേട്ടത്. ഇതോടുകൂടി ആളുകൾ ആശങ്കപ്പെടുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് വീട്ടിൽ നിന്ന് മാറണം എന്നുള്ളൊരു ആവശ്യമൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ജിയോളജി വകുപ്പിനെ തന്നെ അവിടെ പ്രത്യേകമായ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തത്. ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ജില്ലാ കലക്ടർക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, അസ്വാഭാവികതയുണ്ടെങ്കിൽ കിണറുകളിലെയും അതുപോലെ തന്നെ തോടുകളിലെയും വെള്ളം കലങ്ങിയ നിലയിലായിരിക്കും. ഇത് അത്തരത്തിലൊന്നും തന്നെ കണ്ടെത്തിയില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് ഈ ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. വയനാട്ടിൽ മാത്രമല്ല, മലപ്പുറം, കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായൊരു പഠനം വേണമെന്ന ആവശ്യം ഇതിനോടകമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും സംസ്ഥാന സർക്കാർ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. സ്മിത, ശരി. ബ്രസീലിൽ യാത്രാ വിമാനം തകർന്നു വീണ് 62 മരണം. സാവോപോളോയിലെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് വോപ്പാസ് എയർലൈൻസിന്റെ ATR 72 വിമാനം. ന്യൂസ് ഡെസ്ക്, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ചേരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. മെറിൻ്റെ, ഈ വിമാനം തുടർച്ചയായി ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ നമ്മളിങ്ങനെ വിമാനാപകടങ്ങളുടെ വാർത്തകൾ കേൾക്കുന്നു. ഇത് വല്ലാതെ ദുഃഖം തോന്നുന്നു. കാരണം അതിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും, ജീവനക്കാരുൾപ്പെടെ മരിച്ചു എന്നുള്ള വിവരമാണ് എത്തുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് സ്മിത. ബ്രസീലിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിമാനം ജനവാസ മേഖലയിലാണ് ഈ ഒരു യാത്രാ വിമാനം തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന 62 പേരും മരിച്ചിരിക്കുന്നു എന്ന അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 58 യാത്രക്കാരും 4 ജീവനക്കാരും അടക്കമാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. വോപ്പാസ് എയർലൈൻസിന്റെ ATR 72 എന്ന വിമാനമാണ് ജനവാസ മേഖലയിൽ തകർന്നു വീണത്. ഇതിന്റെ അപകട കാരണം എന്താണെന്ന് വ്യക്തമല്ല. കെട്ടിടങ്ങൾക്കെല്ലാം കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും യാത്രക്കാരെല്ലാവരും തന്നെ മരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു അപകടമെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂല ഡി സിൽവ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തി. മാത്രവുമല്ല, ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഒരു ദാരുണ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സ്മിത, ശരി. മെറിൻ മേരി ചാക്കോയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപകടത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വല്ലാതെ ഞെട്ടിക്കുന്ന, ആഘാതമുണ്ടാക്കുന്ന, ആകാശത്ത് തകിടം മറിഞ്ഞ് നിയന്ത്രണം വിട്ട് കുത്തനെ പതിക്കുകയായിരുന്നു വിമാനം. വിമാനത്തിലുള്ളവരെല്ലാം മരിച്ചു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയും ഇപ്പോൾ എത്തും. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഒരാഴ്ചയായിട്ടും രോഗ ഉറവിടത്തിൽ വ്യക്തത വരുത്താൻ കഴിയാതെ ആരോഗ്യവകുപ്പ്. നെല്ലിമൂട് സ്വദേശികൾക്ക് രോഗം പകർന്നു എന്ന് സംശയിക്കുന്ന കുളത്തിൽ നിന്നുള്ള സാമ്പിളുകൾ ഇനിയും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല. കുളത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും ഫലം നെഗറ്റീവായിരുന്നു. നിലവിൽ ഒരു മരണം ഉൾപ്പെടെ 9 കേസുകൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 8 പേർ നെയ്യാറ്റിൻകര സ്വദേശികളാണ്. ഒരാൾ പേരൂർക്കട സ്വദേശിയും. എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് രോഗബാധയുണ്ടായതെന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗുരുതരാവസ്ഥയിലായിരുന്ന പേരൂർക്കട സ്വദേശിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. ചികിത്സയിലുള്ള മറ്റുള്ളവരുടെയും ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല. ICMRന്റെ വിദഗ്ധ സംഘത്തിന്റെ പഠനവും ഇതുവരെ തുടങ്ങിയിട്ടില്ല. വഖഫ് ഭേദഗതി പരിഗണിക്കാൻ നിയോഗിച്ച സംയുക്ത പാർലമെന്ററി സമിതിയുടെ ആദ്യ യോഗം ഈ മാസം അവസാനമുണ്ടാകും. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ല് പരിശോധിക്കാനും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുമായി 31 അംഗ സംയുക്ത പാർലമെന്ററി സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. സമിതിയുടെ റിപ്പോർട്ട് ശീതകാല സമ്മേളനത്തിൽ സമർപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ 2 ദിവസത്തിനകം തെരച്ചിൽ പുനരാരംഭിക്കാനാകുമെന്ന് കർണാടക സർക്കാർ ഉറപ്പു നൽകിയതായി AKM അഷ്റഫ് MLA. കർണാടക ചീഫ് സെക്രട്ടറിയുമായി മഞ്ചേശ്വരം MLA ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. കർണാടക ചീഫ് സെക്രട്ടറിയെയും ട്രിലോക് ചന്ദ്ര എന്നറിയുന്ന കർണാടക CM ഷിരൂരിൻ്റെ വിഷയത്തെക്കുറിച്ച് വൈഷ്ണവി IASന് ശേഷം ഏൽപ്പിച്ചിട്ടുള്ള സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹത്തെ നേരിട്ട് കണ്ടു. 1 മണിക്കൂർ നേരം അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ സംസാരിച്ചു. ഇന്ന് എനിക്ക് ഈ ട്രിലോക് ചന്ദ്ര എന്നറിയുന്ന സ്പെഷ്യൽ ഓഫീസർ ഉറപ്പ് നൽകിയത് ഉത്തര കർണാടക DCയുമായി സംസാരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും അവിടെ തെരച്ചിൽ ആരംഭിക്കും. ഈശ്വർ മൽപ്പ അടക്കമുള്ള ലോക്കൽ മീൻപിടുത്തക്കാരായ ആളുകളോട് മുങ്ങൽ വിദഗ്ധരെ മുങ്ങാനുള്ള അവസരം നൽകും. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, നേരിയൊരു ആശ്വാസമാകുന്നു അല്ലേ ഈ വാർത്ത? കാരണം അർജുൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു നിരാശയും സങ്കടവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു പുനഃപരിശോധന ഉണ്ടാകില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത് അങ്ങനെയല്ല, പുനഃപരിശോധന തുടങ്ങും, തെരച്ചിൽ തുടങ്ങും എന്നുള്ള വിവരം വരുന്നു അല്ലേ?
അസ്മിത, പ്രതികൂലമായ കാലാവസ്ഥയും അതോടൊപ്പം തന്നെ പുഴയിലെ ശക്തിയായ അടിയൊഴുക്കിനെയും തുടർന്ന് നിർത്തിവെച്ച തെരച്ചിൽ 2 ദിവസത്തിനകം പുനരാരംഭിക്കാനാകുമെന്ന് കർണാടക സർക്കാർ ഉറപ്പ് നൽകിയതായിട്ടാണ് ഇപ്പോൾ മഞ്ചേശ്വരം MLA AK മഷറഫ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇന്നലെ ബംഗളൂരുവിലെത്തി കർണാടക ചീഫ് സെക്രട്ടറിയുമായും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ ഷിരൂരിലെ ചുമതല നൽകിയിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ ജില്ലാ കളക്ടറുമായി നേരിട്ട് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉത്തര കന്നഡ ജില്ലാ കളക്ടറുമായി സംസാരിക്കുകയും നിലവിൽ ഇപ്പോൾ പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. 4 നോട്ട്സായ പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കൂടി കാത്തിരുന്നാൽ പുഴയിൽ അല്പം കൂടി അടിയൊഴുക്ക് കുറഞ്ഞ് ഒരു 3 നോട്ട്സിലേക്ക് എത്തുമെന്നതാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കാൻ ആകുന്ന സാഹചര്യം ഇപ്പോൾ ഷിരൂരിലുണ്ട് എന്നതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഇത്തരമൊരു ഉറപ്പ് ചീഫ് സെക്രട്ടറി മഞ്ചേശ്വരം MLAക്ക് ഉള്ളത് എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ ഈശ്വർ മാൽപേക്ക് ഉൾപ്പെടെ നേരത്തെ ഈശ്വർ മാൽപേ ഷിരൂരിലെത്തി അനുമതി കിട്ടാതെ തിരിച്ചു ഉടുപ്പിയിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പുഴയിലിറങ്ങി അടിത്തട്ടിലിറങ്ങി തിരച്ചിൽ നടത്താനുള്ള അനുമതി നൽകും എന്നതാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഷിരൂരിൽ മഴ മാറി നിൽക്കുന്നു എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള മറ്റു സാഹചര്യം. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ദിവസത്തെ കാത്തിരിപ്പാണ്. ഈ അടിയൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഈ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിപ്പോൾ ദിവസങ്ങൾ പിന്നിടുകയാണ്. സ്വാഭാവികമായും ശക്തമായ സമ്മർദ്ദം കേരളത്തിന്റെ 2 ദിവസത്തിനകം തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി അവിടെ നിന്നെത്തുന്നത്, ഷിരൂരിൽ നിന്നെത്തുന്നത്. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുന്നു. മന്ത്രിയായിരുന്ന രാജ്കുമാർ ആനന്ദ് രാജിവെച്ച ഒഴിവ് നിലവിൽ മന്ത്രിസഭയിലുണ്ട്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇന്നലെ വലിയ ആഘോഷത്തോടെയായിരുന്നു പ്രവർത്തകർ അദ്ദേഹത്തെ വരവേറ്റത്. അപ്പോൾ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ള വിവരം കൂടെ വരുന്നു. തീർച്ചയായിട്ടും ആണ് ഇത് മന്ത്രിസഭയിലുള്ള മന്ത്രി അതിഷ്യ അടക്കമുള്ളവർ അനൌദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ 7 മന്ത്രിമാർ വരെ ആകാം ഡൽഹി മന്ത്രിസഭയിൽ. രാജ്കുമാർ ഈ ഒഴിവിലേക്ക് മനീഷ് സിസോദിയയ്ക്ക് കടന്നു വരാം. അരവിന്ദ് കെജ്രിവാൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം പ്രഖ്യാപിക്കപ്പെടും. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ഈ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നീറ്റ് PG പരീക്ഷ നാളെ നടക്കും. 2 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പരീക്ഷാ സെന്ററുകളിൽ നീറ്റ് PG എഴുതുക. പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം ഇന്നലെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഹർജിക്കാരായ ഏതാനും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കാൻ സാധിക്കില്ല എന്നായിരുന്നു കോടതിയുടെ നിലപാട്. നാളെ നടത്തുന്ന നീറ്റ് PGയുമായി ബന്ധപ്പെട്ട അവസാന അവലോകനം ഇന്ന് ദേശീയ പരീക്ഷാ ഏജൻസി നടത്തും. ഒളിമ്പിക്സ് ഗോൾഫിൽ ഇന്ത്യയുടെ ദിക്ഷ ദാഗർ മെഡൽ നേടുമെന്ന പ്രതീക്ഷയിലാണ് താരത്തിന്റെ ഗ്രാമവാസികൾ. ദിക്ഷ മടങ്ങി വരുമ്പോൾ വമ്പൻ സ്വീകരണം ഒരുക്കുമെന്നും ഹരിയാനയിലെ ജജ്ജർ ഗ്രാമത്തിലുള്ളവർ പറയുന്നു. ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത്തവണ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളിൽ ഒന്നാണ് ഗോൾഫ് താരം ദീക്ഷ ഡാഗർ. ദീക്ഷയുടെ ഗ്രാമമായ ഹരിയാനയിലെ ചെപ്പാറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഗ്രാമവാസികളെല്ലാം തന്നെ ദീക്ഷയുടെ മെഡൽ നേട്ടത്തിനായി കാത്തിരിക്കുകയാണ്. നമുക്ക് അവരുമായി സംസാരിക്കാം. आपको कैसे लग रहा है दीक्षा ओलंपिक्स में फाइनल में पहुंच गए हो? फाइनल में पहुंच गया, हमारे को बड़ी खुशी हुई है और आगे गोल्ड मेडल लेके आए तो और भी खुशी होगी. और हम चाहते हैं, दुआ करते हैं, भगवान से भी प्रार्थना करते हैं कि गोल्ड मेडल लेके आए. अभी भी बहुत खुशी हुई हमें. पहले मेडल लेके आई है, अभी फिर दोबारा मेडल लेके आए. गांव का, स्टेट का और देश का नाम रोशन हो. आप सब मनाने के लिए तैयारी किया है? हाँ जी, जो पहले मेडल लिया है दीक्षा डागर ने, उससे साथी जो बच्चे हैं उसकी एज के, उन पर भी उनकी प्रतिभा बहुत असर पड़ा है और बहुत खेल में प्रतियोगिता में भाग लेने लगे हैं अभी बच्चे. और हम तो चाहते हैं कि ये मेडल लेके आए, देश का नाम ऊंचा हो और उसकी मतलब स्वागत के लिए तैयारी कर रखी है. और जैसे ही मेडल लेके गांव पहुंचेंगी हम उनका जोरदार करके स्वागत करेंगे.
എന്തായാലും ദീക്ഷ ഇത്തവണ ഒരു സ്വർണ്ണ മെഡലായി തന്നെ വരണം എന്ന വലിയ ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ് ഈ ഗ്രാമം മുഴുവനുള്ളത്. ഗ്രാമത്തിൽ ദീക്ഷയുടെ പിതാവിൻ്റെ കൂട്ടുകാരും മറ്റുമാണ് ഈ മെഡൽ നേട്ടത്തിനായി കാത്തിരിക്കുന്നത്. അവരെല്ലാം തന്നെ TV-യിലാണ് ഈ മത്സരങ്ങൾ ഓരോന്നും തന്നെ കാണുന്നത്. ദീക്ഷ ഇത്തവണ മെഡലുമായി തിരിച്ചെത്തണമെന്നും അപ്പോൾ വലിയ ഒരു സ്വീകരണം ഇവിടെ വെച്ച് നൽകാനും തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പങ്കുവച്ചത്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 2 ഇനങ്ങളിൽ കൂടിയാണ് മത്സരങ്ങൾ ബാക്കിയുള്ളത്. ഗുസ്തിയിലും ഗോൾഫിലും. വനിതകളുടെ 76 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഋത്തിക ഹുഡയുടെ ആദ്യ റൗണ്ട് മത്സരം ഉച്ചയ്ക്ക് 2:30 മണിക്കാണ്. ഗോൾഫിൽ അതിഥി അശോകും ദീക്ഷ ദാഗറും 4ാം റൗണ്ട് മത്സരത്തിനിറങ്ങും. കേരളം ക്രിക്കറ്റ് ആവേശത്തിലേക്ക്. IPL മാതൃകയിൽ KCA സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം ഇന്ന്. 168 കളിക്കാരാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയിൽ IPL-ന് ശേഷം ഏറ്റവും പ്രചാരമുള്ള ക്രിക്കറ്റ് ലീഗ് എന്ന സ്വപ്നവുമായാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയ ഉദ്യമത്തിനിറങ്ങുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ ഐക്കണാക്കിയും സിനിമാ താരം മോഹൻലാലിനെ ബ്രാൻഡ് അംബാസഡറാക്കിയുമാണ് KCA സ്വപ്നം നേടിയെടുക്കാൻ ഇറങ്ങുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഗോ ഇന്നലെ സഞ്ജു സാംസൺ പ്രകാശനം ചെയ്തു. ഇന്ത്യൻ ടീമിലേക്ക് കൂടുതൽ മലയാളികളെ എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഇതുവരെ ഒരു 7 to 8 പ്ലെയേഴ്സ് നമുക്ക് IPL-ന് സമ്മാനിക്കാൻ പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് വെൻ യു ഹാവ് ദ ടൂർണമെന്റ് ലൈക്ക് KCL ഹാപ്പനിങ് ഫോർ നെക്സ്റ്റ് 3 to 5 years, I think I expect around 5 to 10 more players playing the IPL and couple of more players more representing the country. 6 ടീമുകളാണ് ആദ്യ സീസണിൽ മാറ്റുരയ്ക്കുക. ട്രിവാൻഡ്രം റോയൽസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ആലപ്പി റിപ്പിൾസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, തൃശൂർ ടൈറ്റൻസ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നീ ടീമുകളാണുള്ളത്. കൊല്ലം സെയിലേഴ്സ് ടീം ഇന്നലെ ഔദ്യോഗിക ലോഞ്ചിങ് നടത്തി. ഇന്ത്യൻ ക്രിക്കറ്റ് മുൻ താരം ശ്രീശാന്താണ് ബ്രാൻഡ് അംബാസിഡർ. 168 കളിക്കാരുടെ താരലേലം ഇന്ന് നടക്കും. 20 കളിക്കാരെ ഓരോ ടീം ഫ്രാഞ്ചൈസികളും ലേലത്തിലൂടെ കണ്ടെത്തും. സെപ്റ്റംബർ 2 മുതൽ 19 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. 24 തിരുവനന്തപുരം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മണലാരണ്യങ്ങളിൽ കഷ്ടപ്പെട്ടുണ്ടാക്കി സമ്പാദ്യം മുടക്കി നാട്ടിൽ ഒരു ആശുപത്രി പണിതിട്ടും തുറക്കാനാകാത്ത വിഷമത്തിലാണ് ആലപ്പുഴ നൂറനാട് ചാരുമൂട് സ്വദേശി സലീം. ആശുപത്രി കെട്ടിടം പ്രദേശത്തെ വായുസഞ്ചാരം തടസ്സപ്പെടുത്തുന്നു എന്ന് കാണിച്ച് സമീപത്തെ ഭൂവുടമ പരാതി നൽകിയതാണ് പ്രതിസന്ധികൾക്ക് തുടക്കമായത്. സലീം ചാരുമൂട്ടിലെ തന്റെ 31 സെന്റ് ഭൂമിയിൽ ആശുപത്രിക്കായി കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. സർക്കാർ വകുപ്പുകളുടെ അനുമതിയോടെയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. കെട്ടിടത്തിന്റെ 80% പണി പൂർത്തിയാക്കി. പിന്നാലെയാണ് സമീപ പ്രദേശത്തെ ഭൂവുടമ ഷെരീഫ് കെട്ടിട നിർമ്മാണത്തിനെതിരെ മുൻസിഫ് കോടതിയെ സമീപിച്ചത്. കെട്ടിടം പണിതാൽ വായുസഞ്ചാരം തടസ്സപ്പെടുമെന്നായിരുന്നു പരാതി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. അപ്പീൽ നൽകിയെങ്കിലും മുൻസിഫ് കോടതി ആവശ്യം തള്ളി. 4 കോടിയിലധികം രൂപ മുടക്കിയാണ് ഇതുവരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഏകദേശം 2022 മാർച്ചിൽ എൻ്റെ തൊട്ട് അയൽവക്കത്ത് വസ്തു ഉടമസ്ഥനായ ഷെരീഫ് എന്ന വ്യക്തി അദ്ദേഹത്തിന് എയർ ഫ്ലോ ഇല്ലെന്നുള്ള കംപ്ലൈൻറ്റുമായിട്ട് മുൻസിഫ് കോടതിയിൽ നിന്ന് ഒരു സ്റ്റോപ്പ് മെമ്മോ മേടിക്കുകയും സെയിം ടൈമിൽ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നാലെ സലീം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകി. കോടതിയിൽ കേസ് തുടരുന്നതിനിടെ എതിർകക്ഷികളായ ഷെരീഫ് കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ സമീപിച്ചു. ഒത്തുതീർപ്പ് കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയും കോടതി നിയോഗിച്ച കമ്മീഷൻ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുകയും ചെയ്തു. എന്നിട്ടും കേസ് പിൻവലിക്കാൻ എതിർകക്ഷി തയ്യാറായില്ല. പിന്നാലെ സലീമിന് അനുകൂലമായി ജില്ലാ കോടതി വിധി. അനുകൂല വിധി ഉണ്ടായിട്ടും തന്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് തടയാൻ എതിർകക്ഷികൾ ശ്രമിക്കുന്നുവെന്ന് സലീം പറയുന്നു. അങ്ങനെ 10 ലക്ഷം രൂപയോളം ചെലവാക്കി ഞാൻ ആ സെറ്റ് ബാക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞിട്ട് കോടതിയിൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തി. എന്നിട്ടും അവർക്ക് അതിൽ തൃപ്തരായിട്ടില്ല. വീണ്ടും കോടതിയിൽ നിന്നും അവർക്ക് അനുകൂലമായൊരു വിധി കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പം വീണ്ടും അവർ എനിക്കെതിരായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വീണ്ടും പഞ്ചായത്തിലേക്ക് കംപ്ലൈൻറ്റുമായിട്ട് പോകുന്നുണ്ട്. സാങ്കേതിക കുരുക്കിൽ കുടുങ്ങി ആശുപത്രി തുറക്കാനാകാതെ വന്നതോടെ വലിയ മാനസിക പ്രയാസത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് സലീം.
വ്യവസായ സൗഹൃദ കേരളം എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് സലീമിക്കയെ പോലുള്ളവർക്ക് ഇത്തരം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പം സർക്കാർ സംവിധാനങ്ങൾക്കുമുണ്ട്. എ ബി ജയശങ്കർ, 24, കൊട്ടാരക്കര. പ്രഭാത വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.